സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, വർക്കിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെയും സെയിം റുട്ടീനാണ് സംഭവിക്കുന്നത്. ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ സഫോക്കേറ്റഡ് ആവും, സ്ട്രെസ്ഡ് ആവും, നമുക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ വരും, നമുക്ക് നമ്മളല്ലാതായി പോകുന്ന പോലെ വരും. കാരണം മനുഷ്യരെല്ലാം പ്ലഷർ സീക്ക് ചെയ്യുന്നവരാണ്. അത് എല്ലാ മനുഷ്യരും അങ്ങനെ. അത് സീക്ക് ചെയ്തില്ലേലാണ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ആ മൊമെന്റ് മുതലാണ് നമുക്ക് പല പല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും, സ്ട്രെസ് ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഒന്നിനും താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ പറയുന്ന തന്തവൈബ് ടൈപ്പൊക്കെ അതിൽ കൂടെയാണ് വരുന്നത്. അവിടെയാണ്. അപ്പൊ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു, സ്വന്തമായിട്ടും ബ്ലെയിം ചെയ്യുന്നു, ലൈഫിനെ ഇഷ്ടമില്ലാതെ വരുക, ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് പ്രൊഫഷണൽ ലൈഫ് എന്തിനാണ്? നമുക്ക് സർവൈവലാണ്. ആ സർവൈവലിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ ഒരു ലൈഫ് വീല് പോലെ ഒന്ന് കണ്ടിട്ട് ആ വീലിനകത്ത് 3 കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൽ വർക്കിംഗ് ഡേയ്സിൽ ഒരെണ്ണവും, ബാക്കി 2 ദിവസം ബാക്കി 2 കാര്യങ്ങൾ. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഹെൽത്തും. പ്രൊഫഷണൽ ലൈഫ് ശരിയാണ്, നമുക്ക് 5 ദിവസം വർക്കിംഗ് ഡേയ്സ് എങ്കിൽ 6 days ആ വർക്കിംഗ് ഡേയ്സ് എങ്കിൽ ആ 6 ദിവസവും നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം. അതിനൊരു ടൈമിംഗ് ഉണ്ടാകും. ആ ടൈമിംഗ് പ്രോപ്പർലി കീപ്പ് ചെയ്യണം. ആ വർക്കിൽ നമ്മൾ 100% കൊടുക്കണം. അതേപോലെ നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉണ്ടാവണം. പ്രവാസികൾ പൊതുവെ ആളുകൾ 10-20 വർഷം ഒരു കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഞാനതിനെ മോശമായിട്ട് പറയുമല്ല, പക്ഷെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ക്ലയന്റിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പം ഇവർക്ക് വേറൊരു ജോബ് ചേഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു പേടിയാണ്. അവർക്കൊരു സ്വന്തമായിട്ട് ഒരു ബയോഡേറ്റ പോലും ഉണ്ടാവത്തില്ല. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും യങ് ആയിട്ടുള്ള പിള്ളേര് കയറി വരും വർക്കിലോട്ട്. അപ്പോഴാണ് ഇവർക്ക് ട്രിഗർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴായിരിക്കും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്. കാരണം അവർ വന്നിട്ട് ഇവരെക്കാട്ടിൽ സാലറി ഉണ്ടാവും, ഇവരെ ഭരിക്കാൻ തുടങ്ങുന്നു. അതൊക്കെയായിട്ട് ഇവർ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ, ഞങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടതാ, ഇപ്പൊ കണ്ടില്ലേ പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് നമ്മളെ വേണ്ട, എന്നിട്ട് അവർക്ക് നമ്മളെക്കാട്ടും കൂടുതൽ സാലറി ഉണ്ട്, എന്നിട്ട് അവരെന്നെ ഇങ്ങനെ പഠിപ്പിച്ചു തരുക. എന്തുകൊണ്ടാണ്? ഞാൻ അവിടെ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ഞാൻ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും കാണിച്ചില്ല, പുതുതായിട്ടൊന്ന് പഠിക്കാൻ നോക്കിയില്ല, ഞാനൊന്ന് അപ്ഡേറ്റഡ് ആയില്ല. പുതിയ എന്തെങ്കിലും ടെക്നിക്കൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അവിടെ തന്നെ നിന്ന് ചെയ്താൽ മതി. അവിടുത്തെ പുതിയ പുതിയ കാര്യങ്ങൾ, ടെക്നിക്കൽ സൈഡും ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാനോ ഒന്നും ചെയ്തില്ല. എന്റെ 10 വർഷം അങ്ങനെ പോയി. അത് പേഴ്സണൽ ലൈഫ്. പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫിലും നമ്മൾ അതേപോലെ ബാലൻസ് ചെയ്യണം. പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഫാമിലി ബിലോങ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കാം, ജോലിക്കും ബിയോണ്ട് നമുക്കൊരു ജീവിതമുണ്ട് അല്ലെ. അത് നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കാം. നമ്മൾ കോളേജിലേക്ക് കാലങ്ങളൊന്നും ആലോചിച്ച് നോക്കി, ആ സമയത്ത് നമ്മൾ ചെയ്ത ഡ്രസ്സിങ് അല്ലെ, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്ത്, നമ്മൾ എന്ത് ആഹാരമാണ് നമുക്ക് വേണ്ടി ഒരു ദിവസം കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പേഴ്സണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ. അതേപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് അല്ലെ. ഇന്ന് ഞാൻ എന്റെ ഹെൽത്തിന് വേണ്ടി എന്ത് ആഹാരവും ഇത് സാധാരണ ഇവിടെ എന്താന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, വൈകിട്ട് വന്നിട്ട് ഒരു ഹെവി ഡിന്നറാണ്, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഇത് മാറിയിട്ട് എന്റെ ഒരു ഡസ്റ്റ്ബിൻ അല്ല എന്റെ ബോഡി അല്ലേ, അതാണ് എന്റെ ഡസ്റ്റ്ബിൻ ആണെന്ന് കരുതുന്നതിന് പകരം അതിനുവേണ്ടി ഞാൻ എന്താ ഇന്ന് ഫീഡ് ചെയ്തേ, എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് കൊടുത്തോ എന്റെ ബോഡിക്ക്, എക്സസൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് നടന്നാൽ മതി, ഒരു സ്ട്രെച്ചിങ് വീട്ടിൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ പല രീതിയിൽ. അപ്പൊ ഇത് 3ഉം ഒരുപോലെ നമ്മൾ ബാലൻസ് ചെയ്യണം, എന്നാൽ മാത്രമേ അതൊരു സർക്കിൾ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഹെൽത്ത്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ബാലൻസ് അതിനകത്ത് ഉറക്കവും വരും. ആ ഹെൽത്തിനകത്തുള്ളതാണ് ഉറക്കവും കാര്യങ്ങളും എല്ലാം. പിന്നെ നമുക്ക് എന്റർടൈൻമെന്റ് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഹോബീസ്, എന്റർടൈൻമെന്റ്, ഒരു ടൂർ പോകുന്നതായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം. അതൊക്കെ റെഗുലർ ആക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വൈകുന്നേരം പോയി കള്ളു കുടിച്ച് ആഘോഷിക്കുന്നതല്ല ബാലൻസിങ്. അപ്പം നമുക്കൊരു എന്റർടൈൻമെന്റ്